ആ പ്രതീക്ഷ വെറുതെയായി. ഷെക്കേന ചാനൽ ചൂണ്ടിക്കാട്ടിയ സത്യത്തെ ഒരു മൂളൽ കൊണ്ട് പോലും പിന്താങ്ങാൻ ഒരു സ്ത്രീ ശക്തിവാദിയും ഉണ്ടായില്ല. സ്ത്രീയായി പിറന്ന ഒരു സ്ത്രീ നീതിവാദിയും മിണ്ടിയില്ല. വനിതാ ദിനം വന്നിട്ടുകൂടി വനിതാ ദിനത്തിൽ ഓർക്കേണ്ടിയിരുന്ന ഏറ്റവും ധീരയായ അതിജീവിതയാണ് സിസ്റ്റർ സെഫി എന്ന സത്യം. ഏതൊക്കെയോ മഹത്വകാംക്ഷികളുടെ ചങ്ങലയിൽ കുടുങ്ങി മുഴുങ്ങുന്ന ചാങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രം ആയിപ്പോയവർക്ക് ആ സത്യം തിരിച്ചറിയുക എളുപ്പമല്ലല്ലോ. ഒരു സ്ത്രീക്കും താങ്ങാൻ കഴിയാത്ത അപമാനത്തിനാണ് സിസ്റ്റർ സെഫി ഇരയാക്കപ്പെട്ടത്. താങ്ങാൻ കഴിയാത്ത പീഡനത്തിലൂടെയാണ് ഒരു CBI ഉദ്യോഗസ്ഥന്റെ കിരാതത്വം വർഷങ്ങളോളം ആ സന്യാസിനിയെ വലിച്ചിഴച്ചത്. തന്റെ അധികാര പരിധി മനഃപൂർവ്വം ലംഘിച്ച് കന്യകാത്വ പരിശോധന എന്ന ക്രൂരമായ കടന്നേറ്റം നടത്തിയ ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം സിസ്റ്റർ അഭയവധക്കേസിൽ പ്രതിയാക്കപ്പെട്ട സിസ്റ്റർ സെഫിയെ അപമാനിക്കുക എന്നതു മാത്രമായിരുന്നു. തെളിവെന്ന നിലയിൽ പ്രസക്തമല്ലാത്ത ഒരു കളങ്കം സിസ്റ്റർ സെഫിയുടെ മേൽ എങ്ങനെയും ചാർത്താനുള്ള ശ്രമം, അതുവഴി സമൂഹത്തിനും നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ അവരെക്കുറിച്ച് മോശമായ ചിത്രവും ന്യായാധിപ മനസ്സുകളിൽ പോലും അവരെക്കുറിച്ച് മുൻവിധിയും സൃഷ്ടിക്കുക എന്ന ദുഷ്ടലക്ഷ്യം സിസ്റ്റർ സെഫി പരിശോധനയ്ക്ക് വഴങ്ങിയിട്ടും പരിശോധനാ ഫലം ഉദ്യോഗസ്ഥന്റെ ദുഷ്ടലക്ഷ്യത്തിന് എതിരായിട്ടും വെറുതെ വിട്ടില്ല ആ ഉദ്യോഗസ്ഥൻ. തെളിഞ്ഞ സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അത് കൃത്രിമമാണെന്ന പ്രചാരണം വഴി പുകമറ സൃഷ്ടിച്ച ഉദ്യോഗസ്ഥനെ എങ്ങനെയും പറയാൻ പാകത്തിൽ തനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയ ഡോക്ടറും സന്യാസിനിയുടെ ജീവിതത്തിൽ അവരേൽപ്പിച്ച ആഘാതത്തെക്കുറിച്ച് മാത്രമല്ല പറയേണ്ടത്. ഇക്കാലം അത്രയും ഈ ദുഷ്ടപ്രചാരണവും സിസ്റ്റർ സെഫി അനുഭവിച്ച ഹൃദയവേദനയും ആസ്വദിച്ചിരുന്നവരും അവർക്കത് വിളമ്പിക്കൊടുത്തിരുന്ന മാധ്യമ ശവഭോജികളും അറിഞ്ഞില്ല ഈ വർഷങ്ങളെ ആ സന്യാസിനി എങ്ങനെ അതിജീവിച്ചെന്ന്. സ്വയം ധീരരെന്നും ക്യാമറെന്നും കരുതുന്ന ഇക്കൂട്ടരിൽ പലരും പോലും ജീവിതത്തെ തള്ളിപ്പറയുമായിരുന്ന അത്ര വേദനയിലും അപമാനത്തിലും സ്വന്തം ജീവിതത്തെയോ സിസ്റ്റർ സെഫി തള്ളി പറഞ്ഞില്ല, ജീവന്റെ മേൽ കൈവച്ചില്ല. സ്വന്തം സന്യാസത്തെയോ സന്യാസ വേഷത്തെയോ പഴിച്ചില്ല. നിരാശയുടെ ഒരു സാധ്യതയ്ക്കും അവർ കീഴടങ്ങിയില്ല. കാരണം അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ശരണവും. അവ കൊണ്ട് മാത്രം സാധ്യമായ ഈ അതിജീവനത്തിലെ ധീരത തിരിച്ചറിയാൻ ആർക്കോ വേണ്ടി ചിലമ്പുന്ന കൈത്താളങ്ങളാകുന്ന സ്ത്രീ ശക്തിവാദികൾക്ക് കഴിയില്ല. അതിൽ അത്ഭുതവുമില്ല. പക്ഷേ കേസിലെ പ്രതിയായാൽ കൂടി സ്ത്രീക്കെതിരെ നടത്താൻ പാടില്ലാത്ത മനുഷ്യത്വരഹിതവും ഭരണഘടനാ വിരുദ്ധവുമായ നടപടിയായിരുന്നു കന്യകാത്വ പരിശോധന എന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചിട്ടും അത് വേണ്ട വിധം റിപ്പോർട്ട് ചെയ്യാൻ പോലും മാധ്യമ ശിഖണ്ഡികൾ തയ്യാറായില്ല. ചിലരാകട്ടെ റെക്കോർഡിന് വേണ്ടി മാത്രം എന്നോണം അത് നേരത്തെ വാർത്തയാക്കി. നാണം തോന്നുന്ന മാധ്യമങ്ങൾ എന്തും ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ, പക്ഷേ ഇത് ചരിത്രത്തിലിടമുള്ള വിധിയാണ്. ഇനി അങ്ങോട്ട് ഇത്തരം ദുർവിധി നേരിടേണ്ടി വന്നേക്കാവുന്ന ഏത് സ്ത്രീക്കുമുള്ള സംരക്ഷണ മതിൽ കേസിൽ പ്രതികളായാലും അല്ലെങ്കിലും സ്ത്രീകളെ ഇത്തരം അപമാനത്തിലേക്ക് നിർബന്ധപൂർവ്വം വലിച്ചഴയ്ക്കാൻ ഒരു ഉദ്യോഗസ്ഥന്റെയും ക്രൂരതയെ അനുവദിക്കാത്ത വിധിയെഴുത്ത്. ഭാവിയിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ സിസ്റ്റർ സെഫി വേഴ്സസ് CBI അല്ലെങ്കിൽ സിസ്റ്റർ സെഫി അബി CBI എന്ന കേസിലെ ഡൽഹി ഹൈക്കോടതി വിധി എന്ന രീതിയിൽ ഈ വിധി കോട്ട് ചെയ്യപ്പെടും. അതിന്റെ സംരക്ഷണം അനുഭവിക്കുന്ന ഓരോ സ്ത്രീയും സിസ്റ്റർ സെഫിയെ അറിയാതെ അനുഗ്രഹിക്കും. ഇന്നും മിണ്ടാത്ത മാധ്യമങ്ങൾക്കും ഭാവിയിൽ അത് പറയുക തന്നെ വേണ്ടിവരും. അതെ, അനേകം സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുമായിരുന്ന അപമാനമാണ് സിസ്റ്റർ സെഫി തനിയെ ചുമന്നു മാറ്റിയത്. മനുഷ്യകുലത്തിനു വേണ്ടി അപമാനം കുരിശായി സ്വന്തം തോളിൽ വഹിച്ച യേശു ക്രിസ്തു തന്നെയാണ് അനേകർക്ക് വേണ്ടി ഈ അപമാനം ചുമക്കാൻ തന്നെ അനുവദിച്ചതെന്ന് സിസ്റ്റർ സെഫിക്ക് ഉറച്ചു വിശ്വസിക്കാം. വിശുദ്ധ അൽഫോൺസയുടെ സഹനധീരതയോ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ യോഗാത്മകതയോ സിസ്റ്റർ സെഫി ആർജിച്ചിട്ടില്ലായിരിക്കാം. എങ്കിലും നിരാശയിൽ അധപതിക്കാതെ വിശ്വാസത്തിൽ നിലനിന്ന ധീര അതിജീവിത തന്നെയാണവർ.
സിസ്റ്റർ സെഫിയോട് ആരും സഹതപിക്കേണ്ട. സിസ്റ്ററിന് ആരുടെയും സഹതാപം ആവശ്യവുമില്ല. കാരണം നിശ്ചയമായും നമുക്ക് പറയാം, സിസ്റ്റർ സെഫി നിലനിന്നത് ദൈവത്തിൻ്റെ മഹത്വത്താൽ, അവിടുത്തെ സാന്നിധ്യത്താൽ തന്നെയാണെന്ന്.